പ്രധാനമായിട്ടും എല്ലാവരിലും ഉണ്ടാകുന്ന രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ജനാപത്തുകാരിയായിരിക്കെ കുളിക്കുന്നതിന് മുമ്പായി ഹൈദ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഹൈദെല്ലാം നീങ്ങി ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കുന്ന സമയത്ത് 2 കുളി കുളിക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകാറുണ്ട്. അവിടെ അതിൻ്റെ ആവശ്യമില്ല, ഒരു കുളി തന്നെ മതി. ഫറദിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കുളി തന്നെ അവിടെ ആവശ്യമുള്ളൂ, 2 കുളി കുളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയുള്ള ഒരു സംശയമാണ് പലരും ചെയ്യുന്ന തെറ്റാണ്. ഹൈദുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇനി കുളിച്ചാൽ മതി ശുദ്ധിയാകാൻ എന്ന നിലക്കെത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. എന്തായാലും കുളിക്കണമല്ലോ, അപ്പോൾ പിന്നെ ജനാപത്തുകാരി കൂടി ആയിട്ട് കുളിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കടുത്ത ഹറാമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. സംഭവം ശരിയാണ്, ആർത്തവം നിന്നിട്ടുണ്ടാകും, ഇനി കുളിച്ചാൽ മതി, എന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ജിമാ പാടില്ല, സംയോഗം പാടില്ല, അത് ഹറാമാണ്. ഈ 2 കാര്യങ്ങൾ പലർക്കും സംശയമുണ്ടാകാം, പലരും അറിയാതെ ചെയ്തു പോകുന്നുണ്ടാകാം. ഈ വീഡിയോ കേട്ടത് മുതൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള തെറ്റ് നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യട്ടെ.